ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ശുക്രൻ ഉച്ചരാശിയിലേക്ക് കുതിക്കുന്നു. ഞാനീ പറയുന്ന 6 രാശിക്കാരായ ആളുകൾ സർവസമ്പന്ന രാജയോഗത്തിലേക്ക് കുതിക്കും. അതായത് ഈ രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകരെ ഇനി പിടിച്ചാൽ കിട്ടാത്ത ഉയരങ്ങളിലേക്കാണ് ഇവർ പടിപടിയായി ഉയരുവാൻ പോകുന്നത്. 2026 മാർച്ച് 2-ന് ശുക്രൻ കുംഭം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിച്ചിരുന്നു. മീനം രാശിയിലെ ശുക്രൻ എന്നാൽ ശുക്രൻ ഉച്ച രാശിയിലാണ്. 2026 മാർച്ച് 25 വരെയാണ് ശുക്രൻ മീനം രാശിയിൽ കഴിയുക. ഉച്ച രാശിയിൽ സംക്രമിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രനെ കൊണ്ട് വിവിധ നക്ഷത്ര ജാതകർക്കുണ്ടാകുന്ന ഗുണാനുഭവങ്ങളാണ് ഞാനിനി പറയുവാൻ പോകുന്നത്. ഇപ്പോൾ മീനത്തിൽ ശനി സംക്രമിക്കുന്നു. ശനി ശുക്രയോഗം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ശനി ശുക്രയോഗവും ഓരോ നക്ഷത്ര ജാതകർക്കും എന്തെല്ലാം ഫലങ്ങളാണ് സമ്മാനിക്കുന്നത് എന്ന് നോക്കാം. അതായത് സ്വന്തം ഗ്രഹനിലയിൽ ശുക്രൻ്റെ സ്ഥാനം വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ശുക്രൻ ലൗകിക ജീവിതത്തെയും പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സാമ്പത്യം, സമ്പത്ത്, കല, ആഡംബരം, വാഹനം, സ്ത്രീ, കാളത്രം എന്നിവയുടെ പ്രധാന കാരകത്വമാണ് ശുക്രനുള്ളത്. കലാരംഗം, വസ്ത്രം, വജ്രം, സുഗന്ധദ്രവ്യം, കുടുംബജീവിതം എന്നിവയെല്ലാം ശുക്രൻ സ്വാധീനിക്കുന്നുണ്ട്. ആഭരണങ്ങൾ, സംഗീതം, സൗന്ദര്യം, ആഭരണവും കിഡ്നി, കണ്ണ്, തൊണ്ട, മുഖം, യൗവനം, കാവ്യം, പുസ്തകം, വിജ്ഞാനം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നുമുണ്ട്. ഒരു ജാതകത്തിൽ ശുക്രൻ ബലവാനാണെങ്കിൽ നല്ല ദാമ്പത്യ ജീവിതവും കലാപരമായ നിങ്ങളുടെ കഴിവുകളെല്ലാം തന്നെ വികസിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും സമ്പത്ത് എന്നിവ ലഭിക്കുന്ന കാലമാണ്. അഥവാ ശുക്രൻ ദുർബലനായാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ദാമ്പത്യ പ്രശ്നങ്ങളും ലൈംഗിക അരാജകത്വവും സാമ്പത്തിക പ്രതിസന്ധികളും ഇവയെല്ലാം വന്നു ചേരും. ഇനി രാശിഫലം നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേട രാശിക്കാർക്ക് 2-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനുമായ ശുക്രൻ 12-ാം ഭാവത്തിൽ ശനിയോട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്നു. 12-ാം ഭാവത്തിൽ മീനം രാശിയിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ സുഖച്ചെലവുകൾ വർദ്ധിപ്പിക്കും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുവാനിടയുണ്ട്. അതുപോലെ വിവാഹ ചെലവുകളും സന്തോഷ അനുഭവങ്ങളും വന്നു ചേരും. ദമ്പതികൾക്ക് ദൂരയാത്രകൾക്കുള്ള ഭാഗ്യമുണ്ട്. പ്രത്യേകിച്ചും വിദേശ യാത്രകൾ തരപ്പെടുന്നതാണ്. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ നല്ല ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കും. അതുപോലെ ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഉണ്ടാകും. തൊഴിലുമായി ബന്ധപ്പെട്ട വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരും. വിദേശ വിപണനം സാധ്യമാകും. നിങ്ങളുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹാശിസുകൾ ലഭിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ കഴിയും. പലവിധ നിക്ഷേപങ്ങൾ ഉണ്ടാകും. ആത്മീയ കാര്യങ്ങൾക്കോ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനോ ഇടയാകുന്ന കാലം കൂടിയാണ്. പ്രണയബന്ധങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ പ്രണയം പുഷ്കലമാകും. അതുപോലെ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുവാനും ഇടയുള്ള കാലം കൂടിയാണ്. എന്നാൽ ദാമ്പത്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വിവാഹ കാര്യങ്ങളിലും നല്ല തീരുമാനമെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം. പ്രത്യേകിച്ചും മുതിർന്നവരുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശം തേടുന്നത് നന്നായിരിക്കും. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കേണ്ടതാണ്. പണമിടപാടുകളിൽ ശ്രദ്ധ ചെലുത്തുന്നതും ഗുണകരമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവ രാശിക്കാർക്ക് നിങ്ങളുടെ സ്വന്തം രാശാധിപനും 6-ാം ഭാവാധിപനുമായ ശുക്രനാണ് 11-ാം ഭാവത്തിൽ ശനിയോട് യോഗം ചെയ്ത് സംക്രമിക്കുന്നത്. ഇതുവരെ നിങ്ങൾക്ക് അലട്ടിക്കൊണ്ടിരുന്ന എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ഒരു ആശ്വാസമുണ്ടാകും. ഇതുവരെ നടക്കാതിരുന്ന ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുന്നതുമാണ്. എല്ലാവിധ പ്രവൃത്തികളിൽ നിന്നും നിങ്ങൾക്ക് വളരെ വലിയ നേട്ടമുണ്ടാകും. നല്ല സേവന മേഖല ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും സാമ്പത്തികമായ നേട്ടവും ലാഭവർധനയും ഉണ്ടാകും. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം.
പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് ആഡംബര വസ്തുക്കൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഇടയാകുന്ന കാലമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് സ്ത്രീ സൗഹൃദങ്ങൾ വർദ്ധിക്കുന്നതിനും ആഭരണങ്ങൾ സുഹൃത്തുക്കൾ വഴി സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും. കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വളരെ വലിയ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. സാമ്പത്തികമായി വളരെയധികം ഉന്നമനമുണ്ടാകുന്ന കാലമാണ്. ഷെയർ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടം പ്രതീക്ഷിക്കാം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും ആത്മീയമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് വളരെ വലിയ നേട്ടങ്ങളും ഉണ്ടാകും. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കടബാധകൾ വീട്ടി തീർക്കുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും ശത്രുക്കളുടെ ശല്യം വളരെയധികം കുറയുന്ന കാലം കൂടിയാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ ബാക്കി പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന രാശിക്കാർക്ക് 5ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായ ശുക്രനാണ് 10ാം ഭാവത്തിൽ സംക്രമിക്കുന്നത്. സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ ഉണ്ടാകും. പൂർവ്വ പുണ്യങ്ങൾ എല്ലാം തന്നെ ലഭിക്കുന്ന സമയമാണെന്ന് തന്നെ പറയാവുന്നതാണ്. വിദേശ യാത്രകളും തരപ്പെടും. പഠന ആവശ്യങ്ങൾക്കായും തൊഴിലുമായി ബന്ധപ്പെട്ട് വിദേശ യാത്രകൾ വേണ്ടിവരും. പ്രത്യേകിച്ചും വിസ സംബന്ധമായി നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. കർമ്മരംഗത്ത് പലവിധ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും. മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും തൊഴിലിൽ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകും. ഓഹരി വിപണി വഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രണയ ചിന്തകൾ ഉണ്ടാകും. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതയുണ്ട്. വാഹനം, വീട്, ഭൂമി എന്നിവയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ് ഗുണപ്രദമായി മാറുന്നതാണ്. സൗഹൃദ ബന്ധങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഭാവിയിൽ ഗുണം കിട്ടുന്ന രീതിയിലുള്ള നിക്ഷേപങ്ങൾ ഈ കാലത്ത് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ ഉണ്ടാകും. അവരുടെ ഉയർച്ചയിൽ അവരോടൊപ്പം കൂടുവാനും സന്തോഷാനുഭവങ്ങൾ പങ്കിടുവാനും ഇടയാകുന്നതാണ്. ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ വന്നു ചേരും. പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ഇടയാക്കുന്ന കാലമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക രാശിക്കാർക്ക് 4ഉം 11ഉം ഭാവാധിപനായ ശുക്രനാണ് ഭാഗ്യഭാവത്തിൽ ശനിയോട് യോഗം ചെയ്ത് സംക്രമിക്കുന്നത്. ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ലോട്ടറി പോലുള്ള പരീക്ഷണങ്ങൾ പരീക്ഷിക്കാം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. വിദേശ ധനം വന്നു ചേരുന്നതിനിടയാകും. വിദേശ വിപണനം സാധ്യമാകുന്നതാണ്. അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ കഴിയും. പുണ്യപ്രവർത്തനങ്ങൾക്കായി ധനം ചെലവാകുന്നതാണ്. വിദേശ യാത്രയ്ക്കും സാധ്യതയുള്ള കാലം കൂടിയാണ്. പഠന ആവശ്യങ്ങൾക്കായും കുടുംബാംഗങ്ങളുമായി ദൂരദേശ സ്ഥലങ്ങൾ കണ്ട് ആസ്വദിക്കുന്നതിനായും യാത്രകൾ ഉണ്ടാകും. വാഹനം, ഭൂമി, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരും. വീട് മോടി പിടിപ്പിക്കുവാനും ഗൃഹ ഉപകരണങ്ങൾ വാങ്ങി സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇടയാകുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ വളരെയധികം നേട്ടമുണ്ടാകും. അമ്മയുമായും അമ്മയുടെ ബന്ധുക്കളുമായോ നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും. കുടുംബത്ത് മാനസികമായ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ ഇടയാകുന്ന കാലമാണ്. വാക്കുകൾ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾക്ക് വളരെ വലിയ ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതാണ്. അതുപോലെ സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രത്യേകിച്ചും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്ന കാലമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങ രാശിക്കാർക്ക് 3ാം ഭാവാധിപനും 10ാം ഭാവാധിപനുമായ ശുക്രനാണ് അഷ്ടമഭാവത്തിലേക്ക് സംക്രമിക്കുന്നത്. മാർച്ച് 25 വരെയാണ് ശുക്രനും ശനിയും മീനം രാശിയും യോഗം ചെയ്തു നിൽക്കുന്നത്.
അഷ്ടമത്തിൽ ആയതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ മാറ്റങ്ങളും അവ നേട്ടങ്ങളായി മാറുവാനും ഇടയുണ്ട്. കർമ്മരംഗത്തു നിന്നും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിലിൽ ഉയർച്ചകൾ ഉണ്ടാകുന്നതിനും പഠനത്തിന് സ്കോളർഷിപ്പോട് കൂടി പഠിക്കുവാനും സാധിക്കുന്നതാണ്. കർമ്മരംഗത്ത് പലവിധ വെല്ലുവിളികളെയും തരണം ചെയ്തു പോകേണ്ടതായി വരും. തൊഴിലിൽ നിന്നും സ്ഥാനക്കയറ്റം വഹിക്കുവാനും ധനപരമായി ഉയർച്ചകൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. അപ്രതീക്ഷിതമായ ധനാഗമം ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി ഉയരുന്നതിനായി ലോട്ടറി ഭാഗ്യവും പരീക്ഷിക്കാവുന്നതാണ്. എന്നാൽ നിക്ഷേപങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. എല്ലാ കാര്യങ്ങളിലും വിമർശനം വന്നേക്കാം. കുടുംബ സ്വത്ത്, വസ്തു എന്നിവ വിഭജനം ചെയ്ത് സ്വന്തം പേരിൽ ആകുവാൻ ഇടയുണ്ട്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ പലവിധ അപവാദങ്ങൾ കേൾക്കുവാനും ഇടയാകും. സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്തുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നി രാശിക്കാർക്ക് 2ഉം 9ഉം ഭാവാധിപനായ ശുക്രൻ 7ാം ഭാവത്തിൽ ശനിയോട് യോഗം ചെയ്ത് മാർച്ച് 25 വരെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നു. വളരെയധികം ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജീവിത പങ്കാളിയിൽ നിന്നുവരെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വളരെ വലിയ തോതിൽ വന്നു ചേരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതിനും ഇടയാകും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായവ വന്നു ചേരുന്നതാണ്. മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകും. മറ്റുള്ളവരുടെ മുന്നിൽ തിളങ്ങി നിൽക്കുവാൻ സാധിക്കുന്നതാണ്. ആദരവും പേരും പ്രശസ്തിയും ഉണ്ടാകും. തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന കാലം കൂടിയാണ്. സാമ്പത്തികമായ സ്ഥിതിയിൽ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. ഉന്നത പഠനം ആഗ്രഹിക്കുന്ന പഠിതാക്കൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. വിദേശ യാത്രയും തരപ്പെടുന്നതാണ്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കുന്നതാണ്. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്ന കാലമായതിനാൽ എതിർലിംഗ ആളുകളുമായി ഇടപഴകുമ്പോൾ അപവാദം ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും. നിങ്ങളുടെ സന്താനങ്ങൾക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് വഴിയും സന്തോഷാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിരയുടെ ബാക്കുപകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാർക്ക് സ്വന്തം രാശാധിപനും അഷ്ടമാധിപനുമായ ശുക്രനാണ് 6ാം ഭാവത്തിൽ ശനിയോട് യോഗം ചെയ്ത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നത്. വളരെയധികം അനുഭവങ്ങൾ ലഭിക്കുന്ന കാലമാണ്. ദൈനംദിന പ്രവർത്തനങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുള്ള തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് പോകുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഉണ്ടാകും. എന്നാൽ ധനമിടപാടുകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ശത്രുശല്യം കുറയാം. ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗപ്രശ്നങ്ങൾക്കെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. യോഗ ശീലമാക്കുന്നത് ഗുണകരമാകും. കേസുകളും കോടതി വ്യവഹാരങ്ങൾക്കും അനുകൂലമായി വിധി പ്രതീക്ഷിക്കാം. ലോണുകളും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചും കടബാധകൾ വീട്ടി തീർക്കുവാൻ സാധിക്കും. ദൂരയാത്രകൾ വേണ്ടി വരുന്നതാണ്. വിദേശ യാത്രകളുമാകാം, തീർത്ഥാടനങ്ങളുമാകാം. സുഖച്ചെലവുകൾ വർദ്ധിച്ചു നിൽക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുവാനിടയാകുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. സുഖനിദ്രയും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകുവാൻ കഴിയും. നല്ല ഒരു സേവന മേഖല ഉണ്ടാകുന്നതിനും അതിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ്. പൂർവ്വ പുണ്യങ്ങളെല്ലാം ലഭിക്കുന്നതിനും ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന കാലമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വൃശ്ചിക രാശിക്കാർക്ക് 7ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായ ശുക്രനാണ് 5ാം ഭാവത്തിൽ ശനിയോട് യോഗം ചെയ്ത് ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നത്.
വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ ജീവിത പങ്കാളിയെ ലഭിക്കുവാനിടയാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകുവാനും പുതിയ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കുന്നതിനും ഉള്ളതിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ്. പ്രത്യേകിച്ചും ജീവിത പങ്കാളിയിൽ നിന്നും നിങ്ങൾക്ക് പലവിധ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകുന്നതിനും പ്രണയ വിവാഹത്തിലേക്ക് എത്തിച്ചേരുവാനും കാരണമാകും. ഇതുവരെ കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് ശുഭവാർത്തകൾ കേൾക്കുവാനിടവരും. പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്. എല്ലാ കാര്യത്തിലും ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. പ്രത്യേകിച്ചും വിദേശ യാത്രയും തരപ്പെടുന്നതാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം. വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും ഇടയാകുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കുള്ള വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനും അതുമല്ലെങ്കിൽ കുടുംബത്തെ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുവാനും ഇടയാകുന്നതാണ്. ആഡംബര വസ്തുക്കൾ ലഭിക്കും. ശുഭകാര്യങ്ങൾക്കായി ധനച്ചെലവ് വർദ്ധിക്കുന്നതാണ്. കുടുംബത്തെ മംഗളകർമ്മങ്ങളിൽ നടന്നു കിട്ടുന്നതാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും ആത്മീയ താല്പര്യം വർദ്ധിക്കുന്നതിനും ഇടയാകുന്ന കാലമാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുരാശിക്കാർക്ക് 6-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനുമായ ശുക്രൻ 4-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി ശനിയോട് യോഗം ചെയ്തു നിൽക്കുന്നു. സേവന മേഖല ഗുണപ്രദമായിരിക്കും. വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. വ്യവഹാരങ്ങളിൽ വിജയിക്കുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ആശ്വാസം ലഭിക്കുന്നതാണ്. ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ്. ഏതെങ്കിലും തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവയെല്ലാം തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങളും ശുഭാനുഭവങ്ങളും ഉണ്ടാകും. ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം മികച്ചതായിരിക്കുന്നതാണ്. സുഖ സൗന്ദര്യങ്ങൾ വർദ്ധിപ്പിക്കും. വീട് പണിയുന്നതിനോ പുതിയ വീട് വാങ്ങുന്നതിനോ ഇടയാകുന്നതാണ്. നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാനുള്ള അവസരമുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വളരെയധികം ഗുണപ്രദമായിരിക്കും. മനസ്സിന് സന്തോഷവും സമാധാനവും വളരെയധികം വന്നു ചേരുന്ന കാലമാണ്. അതായത് വിവിധ സ്രോതസ്സുകളിൽ നിങ്ങൾക്ക് ധനാഗമം പ്രതീക്ഷിക്കാം. കടബാധ്യതകൾ വീട്ടി തീർക്കുവാൻ സാധിക്കും. കർമ്മരംഗത്ത് സുഹൃത്തുക്കൾ വഴി വളരെയധികം നേട്ടമുണ്ടാകുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. പുതിയ തൊഴിൽ തേടുന്ന ആളുകൾക്കും ഗുണകരമാണ്. സുഖാനുഭവങ്ങൾ കർമ്മരംഗത്ത് വർദ്ധിക്കും. സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. ശത്രുശല്യം കുറയും. അമ്മയിൽ നിന്നും നേട്ടങ്ങളുണ്ടാകും. പൊതുവെ പറഞ്ഞാൽ സുഖാനുഭവങ്ങൾ വളരെയധികം വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകര രാശിക്കാർക്ക് 5-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനുമായ ശുക്രൻ 3-ാം ഭാവത്തിൽ ശനിയോട് യോഗം ചെയ്ത് ഉച്ചസ്ഥനായി വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നു. മകരം രാശിയുടെ യോഗകാരകനായ ശുക്രനാണ് മീനം രാശിയിൽ മാർച്ച് 25 വരെ സ്ഥിതി ചെയ്യുന്നത്. ആശയവിനിമയ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. വാക്കുകൾ കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് വളരെയധികം ഉയർച്ചകൾ ഉണ്ടാകും. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുവാൻ കഴിയും. ദീർഘദൂര യാത്രകളും ഭൗതിക സുഖങ്ങളും അനുഭവിക്കുവാനുള്ള യോഗമുണ്ട്. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. ആത്മധൈര്യത്തോടെ എല്ലാ കാര്യത്തിലും ഇറങ്ങി പുറപ്പെടുവാനും സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്തുവാൻ കഴിയും. അയൽക്കാരുമായും നല്ല സ്നേഹബന്ധമുണ്ടാകും. പ്രത്യേകിച്ചും സന്താനങ്ങളുടെ ഉയർച്ചയിൽ വളരെയധികം സന്തോഷിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ സന്താനങ്ങൾക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് വഴി സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും. ഇതുവരെ കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് സൽസന്താന ഭാഗ്യമുണ്ട്. പുതിയ പ്രണയബന്ധം ആരംഭിക്കുവാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ചും മനസ്സിന് സന്തോഷവും സമാധാനവും വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കുവാനും അതുപോലെ വിദേശ യാത്രയും തരപ്പെടുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പോരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭരാശിക്കാർക്ക് 4-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനുമായ ശുക്രനാണ് 2-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി സംക്രമിക്കുന്നത്.
കുംഭം രാശിയെ സംബന്ധിച്ചിടത്തോളം യോഗകാരകനായ ശുക്രൻ മാർച്ച് 25 വരെ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. പല വഴികളിൽ നിന്നും ധനാഗമം ഉണ്ടാകും. നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിക്കും. എന്നാൽ എല്ലാവിധ ധന ഇടപാടുകളിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ്. നല്ല വാക്കുകൾ കൊണ്ട് സമ്പുഷ്ടരായിരിക്കും. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. കുടുംബത്തിൽ ധനം വന്നു ചേരും. സാമ്പത്തികമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ചും വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്നതിനും ആഭരണം, വസ്ത്രം എന്നിവ ലഭിക്കുന്നതാണ്. വീട് സ്വന്തമാക്കുന്നതിനും വാഹനം മാറ്റി വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും ഇടയാകുന്ന കാലമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ വളരെയധികം ധനനേട്ടമുണ്ടാകും. കുടുംബാംഗങ്ങൾ ഒത്തുകൂടുവാനും ഇഷ്ടഭക്ഷണം ലഭിക്കുന്നതിനും മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതിനും ഇടയാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച്, പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നവ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. കുടുംബാംഗങ്ങളുമായും സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ കഴിയും. പ്രത്യേകിച്ച് അച്ഛനമ്മമാരിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. നല്ല ഉറക്കം ലഭിക്കുന്നതാണ്. സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കുവാൻ കഴിയും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ വന്നു ചേരും. ദൂരയാത്രകൾ വേണ്ടി വരുന്നതാണ്. ഉന്നത പഠനത്തിനായി വിദേശ യാത്രകൾ ഉണ്ടാകും. സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ്. നാൽക്കാലി പരിപാലനം വളരെയധികം ഗുണകരമായിരിക്കും. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനരാശിക്കാർക്ക് മൂന്നാം ഭാവാധിപനും അഷ്ടമാധിപനുമായ ശുക്രനാണ്. സ്വന്തം രാശിയിൽ ശനിയോട് യോഗം ചെയ്ത് മാർച്ച് 25 വരെ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ കഴിയുന്നതാണ്. സ്വന്തം വ്യക്തിത്വം വർദ്ധിക്കും. ഇതുവരെ ഉണ്ടായിരുന്ന രോഗപ്രശ്നങ്ങളെല്ലാം അകന്നു പോകുന്നതാണ്. ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടും. പ്രണയചിന്ത വർദ്ധിക്കുന്നതാണ്. ആഗ്രഹങ്ങളെല്ലാം തന്നെ നിറവേറും. പെട്ടെന്ന് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്ന കാലമാണ്. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും വസ്തുവകകളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ലോട്ടറി, ചിട്ടി എന്നിവ പരീക്ഷിക്കാവുന്നതാണ്. സ്കോളർഷിപ്പുകൾ ലഭിക്കുക വഴി ധനാഗമം ഉണ്ടാകും. എന്നാൽ ധനമിടപാടുകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം. ധൈര്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും ഇറങ്ങി പുറപ്പെടുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ കലാപരമായ കഴിവുകൾ വർദ്ധിപ്പിച്ചെടുക്കുവാൻ കഴിയും. സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. ആശയവിനിമയ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായവ വന്നു ചേരുന്നതാണ്. ദൂരയാത്രകളും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകുന്ന കാലമാണ്. എതിർലിംഗപ്പെട്ട ആളുകളുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അപവാദങ്ങൾ കേൾക്കുവാനിടയാകും. പ്രത്യേകിച്ചും ബന്ധുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. അയൽക്കാരുമായി നല്ല സ്നേഹത്തോടെ ഇടപഴകാനും ഈ കാലം സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.